ഏതോ ഒരു മണ്ടൻ പത്തങ്ങാടി ലേഡിയോടെ വന്നത് അവിടെ തന്നെ അവിടെ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഓ അഞ്ചൊക്കെ പരിചകളെ ഇങ്ങളൊക്കെ പോയിട്ട് മരിച്ചൂടും. എന്തെന്നാണല്ലോ അബ്ബാസ് ഇത് പഴയ 6-ാം നൂറ്റാണ്ടാ ഇതൊക്കെ പറഞ്ഞ വിശ്വസിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അബ്ബാസെ, ഈ നിരക്കുള്ള ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താമെന്നൊന്നും വിചാരിക്കണ്ട. ഏതോ ഒരു മണ്ടൻ എവിടെയോ വന്നെന്തോ വിളിച്ചു പറഞ്ഞു എന്നും ആ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ പെങ്ങൾ ഞങ്ങൾക്കൊക്കെ വലിയ മുസീബത്ത് വരാനിരിക്കുന്നു എന്നും പറഞ്ഞതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. മുന്തി പലിക്കുന്ന തഅബീറെന്നോ മുണ്ട് ദിനം കൊണ്ട് ഭവിക്കുമെന്നോ എന്റെ സലാസയോ ആശീവാകാത്ത് എങ്ങൾ പരപ്പിറൈനമൊത്ത്. നിന്റെ പെങ്ങൾ കണ്ട സ്വപ്നത്തിന് വല്ലാതെ വ്യാഖ്യാനം, ആ വ്യാഖ്യാനം അത് പുലരുക തന്നെ ചെയ്യും എന്ന് നീ വിശ്വസിക്കുന്നു, നിന്റെ ആത്തിക്കയും വിശ്വസിക്കുന്നു. ശരി, നമുക്ക് ഒന്നിച്ചിരുന്ന് അനുഭവിക്കാൻ അബ്ബാസെ. 3 ദിവസം കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചു പോകുന്നല്ലേ, നമുക്ക് ഒന്നിച്ച് മരിക്കാം, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാം യമപുരിയിലേക്ക്. എന്താ 3 ദിവസം നമുക്ക് ഒന്നിച്ച് കാത്തിൽക്കാം. പെണ്ടേ ഖുറൈശരും ഓമൈകളൊക്കെ പെരികേക്കിത് വളരെയേനും ലാശക്ക കണ്ടാലകത്തുൾ മനോഭാർക്കെല്ലാം തൊളിത്തീട്ടായ കൂവൻ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കാൻ എന്റെ അബ്ബാസെ, നിന്റെ ആത്തിക പറഞ്ഞ പോലെ 3 ദിവസം മാത്രം നമുക്ക്. അത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ശവപ്പറവിൽ പോയിട്ട് മണ്ണടിയും എന്നാണ് നീ പറയുന്നതെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്നത് കാത്തിരുന്ന് കാണാം. എന്നിട്ടത് അതുപോലെ പുലരുകയാണെങ്കിൽ, നിന്റെ പെങ്ങളെ കണ്ടതുപോലെ, നിന്റെ പെങ്ങൾ പറഞ്ഞതുപോലെ വ്യാഖ്യാനിച്ചതുപോലെ സംഭവിക്കുകയാണെങ്കിൽ എല്ലാ രാജാക്കന്മാർക്കും നമുക്ക് കത്തയക്കാം. നിങ്ങൾ വിശ്വാസയോഗ്യന്മാരാണെന്ന് നിങ്ങൾ അംഗീകരിക്കണമെന്ന് എല്ലാവർക്കും കത്തയക്കാം. ഇനി മറിച്ചൊന്നും സംഭവിച്ചില്ലെങ്കിലോ? 3 ദിവസം കഴിഞ്ഞ് ഇവിടെ ഒരു പുല്ലും ഒന്നും അനങ്ങിയില്ല, എന്നാലോ ഒരു പുൽക്കൊടിക്ക് പോലും മാറ്റം സംഭവിച്ചില്ല. എന്നാൽ അബ്ബാസെ, ഞങ്ങൾ എഴുതും, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ എഴുതും, അയൽ നാടുകളിലൊക്കെ കത്തയക്കും. മഹാവൃത്തികെട്ടവന്മാരാണ്, മഹാകള്ളന്മാരാണ്, കളവ് പ്രചരിപ്പിക്കുന്നവരാണ്, വ്യാജന്മാരാണ്. നിങ്ങളുടെ വ്യാജ കഥകൾ, നിങ്ങളുടെ നുണക്കഥകൾ ഞങ്ങൾ ലോകമൊട്ടാകെ പാടി നടക്കും.